199 കോടി രൂപ സംഭാവന വാങ്ങിയതിൽ കോൺഗ്രസിന് നികുതി ഇളവ് നൽകാനാകില്ല എന്ന് ആദായ നികുതി ട്രൈബ്യൂണൽ. സംഭാവനയ്ക്ക് നികുതി അടയ്ക്കണമെന്ന് വിധിച്ച ആദായ നികുതി വകുപ്പിന്റെ തീരുമാനം ട്രൈബ്യൂണൽ ശരിവച്ചു. 2017-18 199 കോടി രൂപയിൽ കൂടുതലുള്ള വരുമാനത്തിന് നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിരുന്നു. സംഭാവനയിൽ നിന്നാണ് തുക ലഭിച്ചതെന്നും നികുതി ഒഴിവാക്കണമെന്നുമുള്ള കോൺഗ്രസിന്റെ ആവശ്യമാണ് ട്രൈബ്യൂണൽ തള്ളിയത്. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് അവർക്കിപ്പോൾ ഈ ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രിബ്യൂണലിൽ നിന്നും വന്നിട്ടുള്ളത്. 2017-18 സാമ്പത്തിക വർഷത്തേക്കുള്ള നികുതിയിൽ ഇളവ് വേണം എന്നുള്ളതായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യം. അതിന് കാരണം 199 കോടിയിലധികം രൂപ അവർക്കൊരു വരുമാനം വന്നിരുന്നു ഈ സമയത്ത്. ആ വരുമാനത്തിന്മേൽ നികുതി അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അവർക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഇതിനെതിരായി നൽകിയ ഹർജിയാണ് തള്ളിയത്. കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്ന കാരണം ഇപ്രകാരമാണ്: തുക സംഭാവനകളിൽ നിന്നുള്ളതാണെന്നും അതിനാൽ നികുതി മുക്തമാക്കണം എന്നുമായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. പക്ഷേ കൃത്യമായ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടതാണ് കടുത്ത നടപടിയിലേക്ക് പോകാൻ കാരണം. ഇതാദ്യമായല്ല അവരുടെ ഭാഗത്തുനിന്നും ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുന്നത്. മുൻപും സമാനമായ രീതിയിൽ നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിൽ പരാജയപ്പെടുകയും പിന്നീട് അവർക്ക് നികുതി ഇളവ് ആവശ്യപ്പെട്ട് പോകേണ്ട സാഹചര്യവും വന്നിരുന്നു. ഇപ്പോഴെന്തായാലും കോൺഗ്രസിന് കനത്ത തിരിച്ചടി ഈ വിഷയത്തിലും വന്നിട്ടുണ്ട്.